നമസ്തേ. കഥകളി സാഗരത്തിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ വരരുചിയുടെ ആ പരമ്പര അതാണ് പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വരരുചിയുടെയും പഞ്ചമിയുടെയും മക്കൾ 12 മക്കളും ജനിച്ചു. ഓരോ മക്കളെയും ജനിക്കുമ്പോൾ അച്ഛനായ വരരുചി ചോദിക്കും പഞ്ചമിയോട്, കുട്ടിയെ കാണിക്കാനായിട്ട് കൊണ്ട് ചെല്ലുമ്പോൾ കാണുമൊന്നുമില്ല. അതിന് മുൻപൊക്കെ എടുക്കുകയെ കാണുമൊന്നുമില്ല. അവർ ചോദിക്കും, കുട്ടിക്ക് വായി കീറിയിട്ടുണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ ഉണ്ട് എന്ന് പറഞ്ഞാൽ എന്നാൽ അവിടെ കിടത്തിക്കോളൂ, വാ കീറിയ ദൈവം എരയും കൊടുത്തോളൂ, എരാന്ന് പറഞ്ഞാൽ ഭക്ഷണം കൊടുത്തോളൂ, അങ്ങനെ വളർന്നോളൂ. അങ്ങനെ 12 മക്കളെ 11 മക്കളെയും വായ കീറിയിട്ടുണ്ട് എന്ന് പറയും. വായ കീറിയിട്ടുണ്ടെങ്കിൽ വായ കീറിയവൻ എര കൊടുക്കും എന്നും പറഞ്ഞ് വരരുചി ഉപേക്ഷിച്ചു. വീണ്ടും അവർ ദേശാടനം നടത്തിക്കൊണ്ട് ഇങ്ങനെ നടന്നു. നമ്മുടെ കടമ്പഴിപ്പുറം എന്ന് പറയുന്ന സ്ഥലത്തിനടുത്തുള്ള ഒരു പൊന്തക്കാട്ടിൽ വെച്ചിട്ടാണ് 12ാമത്തെ കുട്ടി. അപ്പോൾ തോന്നി പഞ്ചമിക്ക്, എത്ര കുട്ടികളെയായി, 11 മക്കളെ ഞാൻ ഇദ്ദേഹം പറഞ്ഞതനുസരിച്ച് കിടത്തി പോന്നില്ലേ, വായ കീറിയവരെ ഇര കൊടുക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ഉപേക്ഷിച്ച് പോന്നില്ലേ. ആ കുട്ടികളുടെയൊക്കെ കളിയും ചിരിയും കാണാനോ മുലപ്പാൽ കൂട്ടാനോ അവരുടെ വളർച്ച കാണാനോ ഒന്നും തനിക്ക് പറ്റിയില്ലല്ലോ. അതുകൊണ്ട് ഈ കുട്ടിയെ കൊടുക്കണില്ല എന്ന് അങ്ങോട്ട് തീരുമാനിച്ചു. കുട്ടിക്ക് പ്രസവിച്ച ഉടനെ കുട്ടി കരയുകയൊക്കെ ചെയ്തു, വായൊക്കെ ഉണ്ടായിരുന്നു കുട്ടിക്ക്. പക്ഷേ അച്ഛനായ വരരുചി ചോദിച്ചു, വായ കീറിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു. മനഃപൂർവ്വം തന്നെ പഞ്ചമി എന്ത് പറഞ്ഞു, വായ കീറിയിട്ടില്ല എന്നങ്ങോട്ട് നല്ലൊരു നുണ അങ്ങോട്ട് പറഞ്ഞു. അത് പറഞ്ഞു കഴിഞ്ഞാൽ അതെയോ അങ്ങനെയാണോ, എന്നാൽ എടുത്തോളൂ കയ്യിൽ എന്ന് കയ്യിലെടുത്ത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ കുട്ടിക്ക് കരച്ചിലും ഇല്ല, ഒന്നുമില്ല. എന്താന്ന് നോക്കുമ്പോൾ എന്താ, കുട്ടിക്ക് വായയില്ല, വായ കീറിയില്ല. അത് പഞ്ചമി പറഞ്ഞതുപോലെ വരരുചിയുടെ ഒരു പ്രഭാവം എന്ന് പറയണത് അതാണ്. ആ കുട്ടിക്ക് വായയും ഇല്ലാത്തേ വരയ്യോ എന്ത് ചെയ്യും, വായില്ലാത്ത കുട്ടി എങ്ങനെ ജീവിക്കണം, എങ്ങനെ ഭക്ഷണം കഴിക്കണം എന്നൊക്കെ ഓർത്ത് പറഞ്ഞും തമ്മി പദം പറഞ്ഞിങ്ങനെ കരയാൻ തുടങ്ങി പഞ്ചമി. കുട്ടികളെ പേടിച്ചു. വരരുചി കടമ്പഴിപ്പുറത്ത് ഒരു കുന്നുമ്മലേക്ക്, മലയുടെ മുകളിലേക്ക് അങ്ങോട്ട് കയറി. അവിടെ ചെന്ന കുട്ടിയെ ഒരു വലിയൊരു പാറയുടെ പുറത്ത് അവിടെ ഇരുത്തി, അവിടെ അങ്ങോട്ട് കിടത്തി. ആ കുട്ടിയാണ് പിന്നീട് വായില്ല കുന്നിലപ്പൻ എന്ന പേരിൽ അറിയുന്നത്. ആകെ കൂടി കേരളത്തിൽ വായില്ല കുന്നിലപ്പന് ഒരേ ഒരു ക്ഷേത്രമേ ഉള്ളൂ. അത് കടമ്പഴിപ്പുറത്തിനടുത്ത് ഒരു കുന്നിൻ്റെ മുകളിൽ തന്നെയാണ്. ഒരു ഉപദേവനെ പോലെയാണ് ഇരിക്കുന്നത്. ഈ വായില്ല കുന്നിലപ്പൻ മഹാദേവൻ്റെ അംശാവതാരമാണെന്നാണ് പറയുന്നത്. പ്രധാന ശ്രീകോവിലിൽ മഹാദേവനും ഉപദേവതയായിട്ട് മഹാദേവൻ്റെ അംശാവതാരമായിട്ട് വായില്ല കുന്നിലപ്പനുമാണ് അവിടെ. അങ്ങനെയാണ് അവിടുത്തെ പ്രതിഷ്ഠ. പൂജാദികളും ഒക്കെ ഉണ്ട്. നല്ല അമ്പലമാണ്, വലിയ അമ്പലമാണ്. അവിടെ ഇപ്പോൾ ധാരാളം പ്രശസ്തിയൊക്കെ ഉണ്ട് എന്നൊക്കെ കേട്ടു. അത് കഴിഞ്ഞ് ഈ വായില്ല കുന്നിലപ്പനെയും കൂടി അവിടെ കിടത്തി കഴിഞ്ഞ് പോകുന്നു. ഇനി നമുക്ക് 12 മക്കളുണ്ടായി, അച്ഛനും അമ്മയും സ്വതന്ത്രനായി. എല്ലാവരെയും 11 ആളെ ഉപേക്ഷിച്ചു, 1ാമത്തെ ആളെ പിന്നെ ഒരു ദിക്കിൽ കൂടി ഇരുത്തുകയും ചെയ്തു. അങ്ങനെ വീണ്ടും ദേശാടനം തുടർന്ന് പ്രായമായപ്പോൾ അവർക്ക് വാനപ്രസ്ഥാശ്രമമായി. വാനപ്രസ്ഥത്തിൽ വെച്ച് ആദ്യം വരരുചി മരിച്ചു, പിന്നെ പഞ്ചമി മരിച്ചു, ഇഹലോകവാസം മരിച്ചു. ഇനി നമുക്ക് ഈ കുട്ടികളുടെ പുറകെ പോകാം. കുട്ടികളിൽ മൂത്തത് ഒരു ആൺകുട്ടിയായിരുന്നു. അദ്ദേഹത്തെയാണ് അഗ്നിഹോത്രി എന്ന് പറയുന്നത്. അഗ്നിഹോത്രി എന്ന് പറയുന്നത് യാഗം ചെയ്യുന്നവരുടെ ഒരു സ്ഥാനപ്പേരാണ്. തൃത്തലയ്ക്കൊക്കെ അടുത്ത് കടമ്പൂർ എന്ന് പറയുന്ന ഒരു മനയുണ്ട്. ആ മനക്കലെ തിരുമേനി തൃത്താല കടമ്പൂർ മനക്കലാണ് ഈ കുട്ടി വളർന്നത്. അവിടുത്തെ ഒരു തിരുമേനിക്കാണ് കുട്ടിയെ കിട്ടിയത്. ആ കുട്ടി എടുത്തുകൊണ്ട് പോയി ഇല്ലത്തെ ഒരു ഉണ്ണിയെ പോലെ തന്നെ വളർത്തി. മക്കളില്ലാതിരുന്ന തിരുമേനിക്കും അന്തർജനത്തിനും ഈ കുട്ടി സ്വന്തം മകനായി. കുട്ടിക്ക് ചില അത്ഭുത സിദ്ധികളൊക്കെ ഉണ്ടായിരുന്നു. അവർക്ക് തോന്നാറുണ്ട് നല്ല വെടുക്കാൻ കുട്ടി, ആരിട്ടേച്ച് പോയാവോ. അവർ വളരെ സ്നേഹവാത്സല്യങ്ങളോടെ മേപ്പത്തൂർ കടമ്പൂർ മനയിൽ കുട്ടി വളർന്നു.
ഇതൊരു 4-5 വയസ്സുള്ളപ്പോൾ ഒരു സംഭവം ഉണ്ടായി. തൻ്റെ വളർത്തമ്മയായ അന്തർജനം കുളിക്കാൻ പോയപ്പോൾ കുട്ടിയെ കൂടെ കൊണ്ടുപോയി. ഭാരതപ്പുഴയാണ് കേട്ടോ അടുത്ത്. അവിടെ അങ്ങനെ കുളിച്ചുകൊണ്ടിരിക്കണ സമയത്ത് താളി തേക്കാനായിട്ട് ഒരു കിണ്ണത്തിൽ താലത്തിൽ താളി കൊണ്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ താളിയൊക്കെ തേച്ച് കഴിഞ്ഞാൽ കിണ്ണ അവിടെ വെച്ചപ്പോൾ ഈ കുട്ടി ഞാനിതിൽ കളിക്കട്ടെ അമ്മയെന്ന് ചോദിച്ചു. ഓ കളിച്ചോളൂ കളിച്ചോളൂ, ഇനി ഇഷ്ടം പോലെ കളിച്ചോളൂ എന്നും പറഞ്ഞു. അങ്ങനെ കുട്ടി അവിടെ ഇരുന്ന് കളിക്കുന്നത് കഴിഞ്ഞാൽ ഈ പുഴമണൽ എടുക്കും, ഇതിലേക്ക് വയ്ക്കും. എന്നിട്ട് ഇങ്ങനെ ഉരുട്ടി ഉരുട്ടി ശിവലിംഗം ഉണ്ടാക്കി വയ്ക്കും. ആ ശിവലിംഗത്തിന് പൂജ കഴിക്കണ പോലെയൊക്കെ. ആ കുട്ടിക്കൊരു കളി അതാണ്. ആ കുട്ടി കാണുന്നതും കടമ്പൂർ മനയിൽ പൂജകളും താളമേളങ്ങൾ കൊട്ടലും ഒക്കെയാണ് തന്നെ. അങ്ങനെ ഇതായിട്ട് ഒരു ദിവസം ഈ കിണ്ണത്തിൽ ഇങ്ങനെ ഈ കിണ്ണത്തിന് പറയണത് താലം എന്നാണ്. താളം താളി കൊണ്ടുപോകും പണ്ട് കാലത്തൊക്കെ കുളിക്കാൻ പോണവർ. ഈ താളം എങ്ങനെ ഈ കുട്ടി കയ്യെ പിടിച്ചേക്കാണ്. അപ്പോൾ പാചക ഇത് മനയ്ക്കാൻ വരുന്നവർക്കൊക്കെ സദ്യയുണ്ട്. അങ്ങനെയൊക്കെയാണ് അന്നത്തെ കാലത്തെ ഒരു പതിവ്. അങ്ങനെയൊക്കെയാണ്. ഈ കുട്ടി വളർന്ന് വലുതായിക്കൊണ്ടിരിക്കുമ്പോൾ 4-5 ദിവസമുള്ളപ്പോൾ ഉണ്ണി ഇന്ന് നിൻ്റെ പിറന്നാളാട്ടോ. ഓ എന്ത് പിറന്നാൾ, ഇതെല്ലാ ദിവസത്തെയും പോലെയല്ല, കുളിച്ചു തൊഴണം കേട്ടോ. ഓ അങ്ങനെ ഒരു ചടങ്ങുണ്ട്. ഉടനെ ഈ കുട്ടി ഇത് കുളിക്കാനായിട്ട് മനസ്സിൽ വിചാരിച്ചു. കുളി കഴിഞ്ഞിട്ട് ഈ മഹാദേവ ക്ഷേത്രത്തിൽ താൻ തന്നെ ഉണ്ടാക്കിയ മഹാദേവ ക്ഷേത്രമുണ്ട്, അവിടെ പോയി തൊഴുകയൊക്കെ ചെയ്യാം എന്നൊക്കെ വിചാരിച്ചു. പഴയൊരു ക്ഷേത്രമായിരുന്നു. എന്തിനു പറയണം, എടുത്തു കഴിഞ്ഞിട്ട് ഈ അമ്മ താളി ചോദിച്ചു. അത് ആ താലം കൊണ്ട് തരുമെന്നു. താലം കൊടുക്കാനായിട്ട് അത് നിലത്ത് വെച്ചത് എടുക്കാൻ പറ്റണില്ല. എനിക്ക് പറ്റണില്ലായിരുന്നു. ഓഹോ, ഞാൻ എന്തും എടുത്തോളാം, ഞാനെടുത്തോളാം, അവിടെ അത്രയ്ക്ക് വലിയ വെയിറ്റൊക്കെ ഭാരമുണ്ടോ അതിന് എന്നിങ്ങനെ ചോദിക്കേണ്ടായിരുന്നു കേട്ടത്. എന്തിനു പറയണു, അവിടെ ചെന്ന് ഈ അന്തർജനം ഈ പ്ലേറ്റോട് കൂടിയിട്ട് താലത്തോട് കൂടിയിട്ട് ഇതിൽ ഭഗവാൻ അന്ന് കണ്ടപ്പോൾ തൻ്റെ മകനാണ് സൃഷ്ടി കർമ്മം നടത്തിയത്. തോണി കിടക്കുന്ന ഒരു സ്ത്രീയാണ് അയാളുടെ ഭാര്യയായത്. അങ്ങനെ കാലക്രമേണ ധാരാളം വസ്ത്രങ്ങളെ കൊണ്ടുപോകാനുണ്ടാകും. എടുക്കാനായിട്ട് കൊണ്ടുപോകാനായിട്ട് ഈ താലം എടുക്കാനായിട്ട് നോക്കിയപ്പോൾ പറ്റണില്ല കുട്ടിക്ക്. ഉടൻ തന്നെ അന്തർജനം വന്നിട്ട് ഈ താലം താലത്തിൽ അപ്പോൾ ഒരു ശിവലിംഗം അങ്ങനെ ഉണ്ടാക്കി വെച്ച് കുട്ടി കളിക്കുന്നുണ്ടായിരുന്നു. എടുക്കാൻ നോക്കിയപ്പോൾ പറ്റണില്ല. അയ്യോ ഇതെന്താ തോന്നിച്ചു, നല്ലോണം ബലം ഇങ്ങനെ പിടിച്ചു ഒലച്ചു വരും. എന്ത് ചെയ്തിട്ടും പറ്റണില്ല. അയ്യോ ഇങ്ങനെയായപ്പോൾ എന്താ ചെയ്യുക എന്നിങ്ങനെ വിചാരിച്ചിരിക്കുമ്പോൾ നല്ല ശക്തിയായിട്ട് പിടിച്ച് വലിച്ചു. ആ സമയത്ത് എത്രയായിട്ട് ഇത് പൊക്കിയെടുക്കാൻ പറ്റണില്ല. ഇതെന്തൊരു കഥയാതെന്ന് വിചാരിച്ച അന്തർജനം ഇങ്ങനെ അത്ഭുതം കൊണ്ട് നിൽക്കുന്ന സമയത്ത് ബാലനായ ഈ അഗ്നിഹോത്രി പറഞ്ഞു, അമ്മ നോക്കുമ്പോൾ ഒരു താലത്തിലൊരു ശിവലിംഗം ഞാൻ ഉണ്ടാക്കി വെച്ചേക്കണത് കണ്ടു, അത്രയേ ഉള്ളൂ അല്ലേ? പക്ഷേ ഇത് അങ്ങനെയൊന്നുമല്ല. ഈ പുഴമണൽ കൊണ്ട് ഉണ്ടാക്കിയ ഈ ശിവലിംഗം ഉണ്ടല്ലോ, മഹാദേവൻ്റെ ചൈതന്യം ഉണ്ടത്, അതങ്ങനെ എടുക്കാനും പറ്റില്ല എന്ന് പറഞ്ഞു. വീണ്ടും അന്തർജനം ശ്രമിച്ചപ്പോൾ പറഞ്ഞു, ശരിയാണല്ലോ. അപ്പോഴത്തേക്ക് അപ്പുറമുള്ള അന്തർജനങ്ങളൊക്കെ വന്നു. എല്ലാവരും കൂടിയിട്ട് ഇത് എടുക്കാനൊക്കെ ആയിട്ട് ഈ ശരിക്കുള്ള അന്തർജനത്തെ പ്രേരിപ്പിക്കുകയൊക്കെ ചെയ്തു. എത്ര ശ്രമിച്ചിട്ട് അത് കിട്ടിയില്ല. കിട്ടാതെ വന്നു കഴിഞ്ഞാൽ താലത്തോട് കൂടിയിട്ട് നമുക്ക് എവിടെയെങ്കിലും കൊണ്ടുപോയി ഉടനെ തന്നെ അഗ്നിഹോത്രി അപ്പോൾ തന്നെ നദിക്കരയിൽ ഒരു ക്ഷേത്രം കൊണ്ട് പണിത് ഈ ശിവലിംഗം ഉറപ്പിക്കാമെന്ന് വിചാരിച്ചു. പുഴയുടെ നടുക്ക് വെച്ചിട്ടാണ് ശിവലിംഗം കണ്ടത്. അങ്ങനെ നടുക്ക് വെച്ച് അവിടെ സ്ഥാപിക്കാൻ തുടങ്ങിയപ്പോൾ ബാലനായ ഈ അഗ്നിഹോത്രി എന്നെ പറയണ്ടേ, അതവിടെ സ്ഥിരമായിട്ട് നിർത്തിയേ പറ്റില്ല. പുഴ അങ്ങനെ കുലം കുത്തി ഒഴുകി വരുന്ന സമയത്ത് ശക്തിയായ ഒഴുക്കുള്ള ഒരു പുഴയാണ്, അതുകൊണ്ട് അത് എടുക്കണത് ബുദ്ധിമുട്ട്, അവിടെ തന്നെ സ്ഥാപിക്കാം എന്ന് പറയുകയും
ആ നദി ഇങ്ങനെ നദി പോകുന്ന സമയത്ത് കര കവിഞ്ഞ് ഒഴുകി ഒഴുകി പോവുകയാണെങ്കിലും ഉത്സാഹമായിട്ട് എല്ലാവരും അങ്ങോട്ട് മാറി പ്രതിഷ്ഠയൊക്കെ നടത്തി ഇതാക്കുകയൊക്കെ ചെയ്തു. ശിവലിംഗം പുഴയുടെ നടുക്കായിരുന്നതിനാൽ ക്ഷേത്രം പണി ഇതിന് ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ പുഴയുടെ നടുവിൽ പറ്റില്ലല്ലോ, കരയിലേക്ക് എത്തിക്കാൻ എന്താ വഴിയെന്ന് വിചാരിച്ച് നോക്കി നിൽക്കുമ്പോൾ അതിനുള്ള പ്രതിവിധി എടുത്താൽ കിട്ടാത്ത താലെടുത്താൽ കിട്ടാത്തതിന് ബാലനായ അഗ്നിഹോത്രി കൽപ്പിച്ചു. എന്താ പറഞ്ഞതെന്നറിഞ്ഞോ? പുഴയുടെ അവിടുന്ന് അങ്ങോട്ട് മാറ്റി ഒരു കണക്കിനെന്താവുക, ഒരു കുറച്ച് ദൂരെ മാറി ഒരു കുഞ്ഞിൻ്റെ അപ്പുറയായിട്ട് ഒരു കോലം അങ്ങോട്ട് കൊണ്ടുപോയി കുത്തി. ഭാരതപ്പുഴ ഇങ്ങനെ ഒഴുകി വരുന്ന പുഴ ഈ വിഗ്രഹം സ്ഥാപിച്ചേക്കണത് അവിടം കേടുവരുത്താതിരിക്കാൻ വേണ്ടി ഒരു ഭാഗത്ത് കൂടെ ഒരു സൈഡിൽ കൂടെ ഒഴിഞ്ഞു മാറി അങ്ങോട്ട് ഭാരതപ്പുഴ ഒഴുകുകയും ചെയ്തു. അതേ ഇനി വഴിയുള്ളൂ എന്ന് പറഞ്ഞ് ഈ അഗ്നിഹോത്രി, കുട്ടിയായ അഗ്നിഹോത്രി, ഒരു 5 വയസ്സായ കുട്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു. പിറ്റേ ദിവസം രാവിലെ എണീറ്റ് വരണവർ തമ്മി നോക്കാൻ തുടങ്ങി. ഇത് കുറച്ച് പേര് കൂടി ഇപ്പോൾ ഉണ്ടായ സംഭവമല്ലേ. നോക്കുമ്പോൾ എന്താ, ഭാരതപ്പുഴ വഴി മാറി കുറേ ദൂരെ ചെന്നിട്ട് തിരിഞ്ഞു മാറി ഈ ക്ഷേത്രത്തിനെ ഒഴിവാക്കിക്കൊണ്ട് ഒഴുകിപ്പോകുന്നതാണ് കണ്ടത്. ഇങ്ങനെ പുഴ വഴി മാറി ഒഴുകുന്നതിനാൽ വരണ്ട കുറ്റിക്കടവ് മുതൽ ഭക്തി പുഴയിൽ ഒഴുക്കിയതാണ് ഒരു പ്രധാന കാരണം. ഈ പുഴയെ വഴി മാറ്റി ഒഴുക്കിക്കളയാനും ഛത്രപതിയെ താലത്തിലുള്ള മഹാദേവനെ അവിടെ സ്ഥാപിക്കാനും ഒക്കെ അഗ്നിഹോത്രിക്ക്, ബാലനായ അഗ്നിഹോത്രിക്ക് സ്ഥാപിച്ചു. ഇതാണ് അഗ്നിഹോത്രിയുടെ കഥ. ഭാരതപ്പുഴയ്ക്ക് ഒരു കൊടുമുളവുണ്ടായത് ഈ വിഗ്രഹം, ശിവലിംഗം നടുവിൽ തന്നെ അതിനെ കവർ ചെയ്തുകൊണ്ട് അതിൻ്റെ പുറകുവശത്ത് കൂടി ഈ ക്ഷേത്ര സമുച്ചയം എന്ന് പറയും ഈ പുഴയുടെ തീരത്തല്ല, അത് നിലനിർത്തിക്കൊണ്ട് തന്നെ സമുച്ചയത്തിലല്ലാത്ത വഴിയിലേക്ക് കൊടകര ഇവിടുന്ന് അങ്ങോട്ട് ഒഴുകിപ്പോയി ചെല്ലെത്തുമ്പോഴേക്കും ചേർപ്പൊക്കെ കഴിഞ്ഞ് അങ്ങോട്ട് എത്തണതിന് മുൻപൊക്കെ ആയിട്ട് പുഴ വണ്ണത്തിൽ ഇങ്ങനെ അവിടെ ചെല്ലുമ്പോൾ ഇങ്ങനെ അങ്ങോട്ട് പിളർന്ന് മാറി ഒരു വശത്തു കൂടി അങ്ങോട്ട് ഒഴുകിപ്പോകുന്നതായിട്ടാണ് ഇപ്പോൾ കാണുന്നത് തന്നെ. അപ്പോൾ ഇന്നത്തെ കഥ അഗ്നിഹോത്രി ഇവിടെ കടമ്പഴിപ്പുറത്ത് ഒറ്റ വായില്ല കുന്നിലപ്പൻ ക്ഷേത്രത്തിന് അടുത്തായിട്ടാണ് താമസിക്കുന്നത്. സെപ്റ്റംബർ അങ്ങനെ അഗ്നിഹോത്രിയുടെ ഈ താലത്തിലുള്ള മഹാദേവൻ സ്ഥിതി ചെയ്യുന്ന ആ സ്ഥലത്തിനാണ് തൃത്താല എന്ന പേരുണ്ടായത്. ആ സ്ഥലനാമത്തിനും കാരണം അതുതന്നെയാണ്. കുറേ കാലങ്ങൾക്ക് ശേഷം ഈ ശിവലിംഗത്തിനൊരു നേരിയ ചെരിവുണ്ടായി. നേരെ അങ്ങോട്ട് കിഴക്കോട്ട് പറ്റില്ല, കുറച്ചൊരു വടക്കോട്ടും കൂടിയായിട്ട് ഒന്ന് ചെരിഞ്ഞിട്ടാണ് തൃത്താലയപ്പൻ്റെ അവിടുത്തെ പൊസിഷൻ തന്നെ, സ്ഥാനം അതാണ്. അപ്പോൾ ആദ്യത്തെ മകനായ അഗ്നിഹോത്രി ഇന്ന് ഈ അഗ്നിഹോത്രിയുടെ കഥ പറഞ്ഞ് ഇവിടെ നിർത്തുകയാണ്. ഇതുവഴി വന്നാലും ഇത്തിരി നേരമിരുന്നാലും കഥകൾ കേട്ടാലും കളിയായി പറയും കഥയാണേ, കാര്യം പറയും കഥയാണേ. എല്ലാവർക്കും നന്ദി. തൃത്താല മഹാദേവ ക്ഷേത്രം, അവിടെ അതിൻ്റെ ആ ക്ഷേത്രം പണിക്കൊക്കെ ധാരാളമായിട്ട് കൂടിയിട്ടുള്ള ആളാണ് ശിവാജി, പറഞ്ഞിട്ടുള്ള ആളാണ് ഈ അഗ്നിഹോത്രി. എല്ലാവർക്കും നന്ദി.